ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സോഷ്യലിസം ഇൻ റഷ്യ ആണ്. അപ്പോൾ റഷ്യയില് സോഷ്യലിസത്തിന്റെ കടന്നുവരവ് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ കുട്ടികളെ. ഫസ്റ്റ് വൺ, all political parties were illegal in Russia before 1914 എന്ന് വെച്ചാല് 1914 മുമ്പ് വരെയുള്ള വർഷങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് റഷ്യയിൽ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു എന്നതാണ് പറയുന്നത്. അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തിക്കാൻ ഉള്ള ലീഗൽ ആയിട്ടുള്ള ഒരു നിയമവും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അതാണ് ഈ ഒരു പോയിന്റിൽ അനലൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്താ നോക്കിയാലോ കുട്ടികളെ. ആൻഡ് നെക്സ്റ്റ് പോയിന്റ്, the Russian Social Democratic Workers Party was founded in 1898. പിന്നെ ഈ ഒരു 1914 മുന്നേ എന്ന് പറയുമ്പോൾ 1898 ഏത് പാർട്ടി വന്നു എന്നാ പറയുന്ന മക്കളെ? ദ റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി ഫോം ചെയ്തു എന്നാണ് പറയുന്നത്. അത് ആരാണ് ഫോം ചെയ്തത് എന്നറിയണ്ടേ? സോഷ്യലിസ്റ്റുകളാണ് ഫോം ചെയ്തത്. അത് എന്തിന്റെ ബേസിൽ, ഏത് പേഴ്സന്റെ ഐഡിയൽസിന് ബേസിസ് ആയിട്ടാണ് ഈ ഒരു റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി ഫോം ചെയ്തത് മക്കളെ? ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ മാർക്സ് ഐഡിയൽസ് അല്ലെ. നമുക്കറിയാം മാർക്സിന്റെ ഐഡിയൽസ് ആയിട്ടുള്ള ക്യാപിറ്റലിസം എന്നൊരു കോൺസെപ്റ്റിനെതിരായിരുന്നു ആര്? മാർക്സ് അല്ലെ, മാർക്സിസം അല്ലെ എന്നാണ് അദ്ദേഹത്തിന്റെ ആ ഫീൽഡ് ഓഫ് സ്റ്റഡി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫീൽഡ് ഓഫ് ഐഡിയൽസിനെ നമ്മൾ പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു ദ റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി ആണ് ഫൗണ്ട് ചെയ്തത് എപ്പോ? 1898 കാലഘട്ടത്ത്. ആ ഒരു ടൈമില് റഷ്യയില് പാർട്ടികൾ അല്ലെ, രാഷ്ട്രീയ പാർട്ടികൾ നിലനിൽക്കാനുള്ള നിയമമൊന്നുമില്ലായിരുന്നു. അഥവാ ചില പാർട്ടികൾ ഫോം ചെയ്തിരുന്നെങ്കിലും എന്താണ്, അതൊക്കെ ഇലീഗൽ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അതൊന്നും ലീഗൽ ആയിട്ടുള്ള പാർട്ടീസ് അല്ല, നിയമാനുസൃതമായി പ്രവർത്തിക്കുന്ന പാർട്ടീസ് അല്ലായിരുന്നു ഈ ഒരു റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്ന് നമുക്ക് പറയാം അല്ലെ. ആൻഡ് നെക്സ്റ്റ് പോയിന്റ്, however, because of government policing, it had to operate as an illegal organization. നമ്മൾ പറഞ്ഞ പോലെ തന്നെയുള്ള പോയിന്റ് ആണല്ലേ പറഞ്ഞത്. എന്ന് വെച്ചാല് ഈ ഒരു ടൈം 1898 ഈ ഒരു റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി ഫോം ചെയ്തത് ഇലീഗൽ ആയിട്ട് അത് പറയുള്ളൂ അല്ലെ. എന്ന് വെച്ചാല് ഒന്നും നിയമാനുസൃതമായിട്ട് വന്നതല്ല റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി. എന്തുകൊണ്ട് ആ ഒരു ടൈമിൽ റഷ്യയില് രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രവർത്തിക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്തൊക്കെ പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത് കുട്ടികളെ? ഫസ്റ്റ് പോയിന്റ് എന്താണ്? all political parties were illegal in Russia before 1914. 1914 ഏജില് ഒരു പൊളിറ്റിക്കൽ പാർട്ടീസും റഷ്യയില് പ്രവർത്തിക്കരുത് എന്നൊരു ഇതുണ്ടായിരുന്നു. എന്താണ്? ആൻഡ് ഏത് പാർട്ടിയാണ് പിന്നെ ഫോം ചെയ്തത് ഈ ഒരു ടൈമില്? രാഷ്ട്രീയ പാർട്ടികൾ നിലനിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ടൈമിൽ ഫോം ചെയ്ത പാർട്ടിയാണ് ഏത് മക്കളെ? ദ റഷ്യൻ സോഷ്യൽ വർക്കേഴ്സ് പാർട്ടി. ഓക്കെ, അത് എപ്പോഴാണ് ഫൗണ്ട് ചെയ്തത്? 1898 അല്ലെ. 1898 ഇത് ഫോം ചെയ്തത്. എന്തിന്റെ ബേസിസിലാണ് അത് ഫോം ചെയ്തത് ഈ ഒരു റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി മക്കളെ? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ മാർക്സ് ഐഡിയൽസ് അല്ലെ. മാർക്സിന്റെ ഐഡിയൽസ് ബേസിസിലാണ് ഈ ഒരു റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി ഫോം ചെയ്തത്. ഓക്കെ, and however, because of government policing, it had to operate as an illegal organization അല്ലെ. എന്താന്ന് വെച്ചാല് നമ്മൾ പറഞ്ഞു അല്ലെ, 1914 മുമ്പുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് ഒക്കെ എന്ന് പറയുമ്പോ ആ ഒരു റഷ്യ എന്ന കൺട്രിയില് ഗവൺമെന്റ് ലോസ് പ്രകാരം എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും ഇലീഗൽ ആയിരിക്കും. പ്രവർത്തിക്കുകയാണെങ്കിൽ അത് നിയമാനുസൃതമല്ല പ്രവർത്തിക്കുന്നത്. അതാണ് ഈ ഒരു സെഷൻ, ഈ ഒരു സ്ലൈഡിൽ നമ്മൾ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് പറഞ്ഞത് അതിനെ കുറിച്ചാണ്. അപ്പൊ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് നമുക്ക് പോയാലോ കുട്ടികളെ? ഓക്കെ, and it set up newspaper, mobilized workers and organized strikes. നമ്മൾ പറഞ്ഞു റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്തൊക്കെ കൊണ്ടുവന്നു മക്കളെ? മെയിൻലി ന്യൂസ് പേപ്പേഴ്സ് അവര് കൊണ്ടുവന്നു. എന്തിനാണ് ന്യൂസ് പേപ്പേഴ്സ്, പത്രങ്ങൾ കൊണ്ടുവന്നത്? ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടിന്റെ എല്ലാ വിധത്തിലുള്ള ഐഡിയൽസ് അല്ലെ, അവരുടെ പോളിസീസ് ഒക്കെ ന്യൂസ് പേപ്പറിലൂടെ അവര്
അറിയിച്ചുകൊണ്ടിരുന്നു. പിന്നെയോ മൊബിലൈസ്ഡ് വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ പല രീതിയിൽ ഇൻഡസ്ട്രീസിലാണെങ്കിലും അഗ്രികൾച്ചറിലാണെങ്കിലും പല പീഡനങ്ങൾ അനുഭവിക്കുന്ന വർക്കേഴ്സിനെ അവര് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് എന്തിന് സമരത്തിന് അവരുടെ റൈറ്റ്സിന് വേണ്ടിയിട്ട് സമരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ മക്കളെ. എന്തൊക്കെയാണ്? ഇറ്റ് സെറ്റ് അപ്പ് ആൻഡ് ദിസ് പാർട്ടി റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി ഹാസ് സെറ്റ് അപ്പ് എ ന്യൂസ് പേപ്പർ ആൻഡ് mobilized workers and organized strikes. ആ പോയിന്റിൽ അത്രേ പറയുന്നുള്ളൂ കേട്ടോ മക്കളെ. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ some Russian socialists felt that Russian peasant custom of dividing land periodically made them natural socialist. എന്ന് വെച്ചാല് ആ ഒരു കാലഘട്ടത്ത് റഷ്യൻ പെസൻസ്, റഷ്യയിലുള്ള പെസൻസ് ഉണ്ടാവല്ലോ, ആ പെസൻസ് അവരുടെ ലാൻഡ്, നിലം പീരിയോഡിക്കലി ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ആ ഒരു ഡിവിഷൻ, അവർ ലാൻഡ് പീരിയോഡിക്കലി ആയിട്ട് വിഭജനം ചെയ്യുന്നത് ആ ഒരു ടൈമിൽ തന്നെ അവരെന്തായി, ഓട്ടോമാറ്റിക്കലി അവർ നാച്ചുറൽ സോഷ്യലിസ്റ്റ് ആയി മാറി എന്നാട്ടോ മക്കളെ പറയുന്നത് അല്ലെ. ഈ ഒരു റഷ്യൻ പെസൻസ് കസ്റ്റം ഓഫ് ഡിവൈഡിങ് ലാൻഡ് പീരിയോഡിക്കലി മെയ്ഡ് ദം നാച്ചുറൽ സോഷ്യലിസ്റ്റ് എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കിയാലോ. So, peasants, not workers, would be the main force of the revolution. And peasants ആണ് ഈ ഒരു റെവല്യൂഷന്റെ മെയിൻ ഫോഴ്സ് എന്ന് പറയുന്നത്. അവരാണ് കൂടുതൽ ഈ വിപ്ലവത്തിന്റെ മെയിൻ കണ്ണി എന്ന് പറയുന്നത് അല്ലെ. കണക്ടിങ് ഫോഴ്സ് എന്ന് പറയുന്നത് ആരാണെന്നാ പറയുന്നത്? പെസൻസ് ആണ് അല്ലെ. പെസൻസ് ആണ് കൂടുതൽ എല്ലാ സ്ട്രൈക്സിലും പങ്കെടുക്കുന്നത്. അവരാണ് മെയിൻ കണക്റ്റീവ് ഫോഴ്സ് ഓഫ് ദി റെവല്യൂഷൻ തന്നെ നമുക്ക് പറയാം അല്ലെ. മെയിൻ കണക്റ്റീവ് ഫോഴ്സ് ഓഫ് റെവല്യൂഷൻ എന്ന് പറയാം. അപ്പൊ നമ്മൾ ഈ സ്ലൈഡിൽ എന്തൊക്കെയാണ് കുട്ടികളെ ഡിസ്കസ് ചെയ്തത്? ദിസ് റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്തൊക്കെയാണ് സെറ്റപ്പ് ചെയ്തതെന്ന് നമ്മൾ പറയുന്നത്? ഇറ്റ് ഈസ് ന്യൂസ് പേപ്പർ, mobilized workers and organized strikes. And next one, ഈ ഒരു റഷ്യൻ പെസൻസിന്റെ കസ്റ്റം ഉണ്ടല്ലോ ഓഫ് ഡിവൈഡിങ് ലാൻഡ് പീരിയോഡിക്കലി അവരെ എന്താക്കി മാറ്റി എന്നാ പറയുന്നത്? ഓട്ടോമാറ്റിക്കലി അവരെ നാച്ചുറൽ സോഷ്യലിസ്റ്റ് ആക്കി മാറ്റി എന്നല്ലേ പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് പോയിന്റ്, സോ പെസൻസ് എന്ന് പറയുന്നത് ദേ ആർ ദ കണക്റ്റീവ് ഓർ സുപ്രീം ഫോഴ്സ് ഓഫ് ദി റെവല്യൂഷൻ. അങ്ങനെ ഈ ഒരു സ്ലൈഡിൽ, ഈ ഒരു പോയിന്റിൽ 3 പോയിന്റ്സിലാണ് ഈ ഒരു സ്ലൈഡ് അവസാനിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ക്ലിയർ അല്ല മക്കളെ? വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ് കേട്ടോ. നെക്സ്റ്റ്, ഓക്കെ, റഷ്യ എന്ന് പറയുന്ന കൺട്രി മറ്റുള്ള രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ വളരെ പെട്ടെന്നാണ് ഒരു സോഷ്യലിസ്റ്റ് കൺട്രി ആയിട്ട് മാറിയത് എന്നാണ് പറയുന്നത്. വളരെ പെട്ടെന്നാണ് ദേ ബിക്കം എ സോഷ്യലിസ്റ്റ് കൺട്രി ആയിട്ട് മാറിയത് എന്നാണ് പറയുന്നത്. റഷ്യ കുഡ് ബിക്കം സോഷ്യലിസ്റ്റ് മോർ ക്വിക്ലി ദാൻ അതർ കൺട്രീസ് എന്നാണ് കേട്ടോ കുട്ടികളെ പറയുന്നത് അല്ലെ. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് എന്താണ്? സോഷ്യലിസ്റ്റ് വെയർ ആക്റ്റീവ് അല്ലെ. അവര് സോഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് എവിടെയാണ് അവർ വളരെ ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്നത്? കൺട്രി സൈഡിലാണ് അല്ലെ, വില്ലേജ് ഏരിയ ത്രൂ ദ 19th century. അപ്പൊ ഈ സോഷ്യലിസ്റ്റ് മെയിൻലി അവർ ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്നത് എവിടെയാന്ന് പറയുന്നത്? കൺട്രി സൈഡിലാണ്. ഏത് സെഞ്ചുറി? ത്രൂ ദി ലേറ്റ് 19th century, 19ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെയുള്ള ടൈമില് ഇവര് സോഷ്യലിസ്റ്റ് എന്ന് വെച്ചാല് മെയിൻലി വർക്കേഴ്സിന്റെ റൈറ്റ്സിന് വേണ്ടിയിട്ട് അവർക്ക് ഫിക്സഡ് ആയിട്ടുള്ള വർക്കിംഗ് ഹവേഴ്സ് ആക്കാൻ വേണ്ടിയിട്ടും അല്ലെ. പെസൻസ് ആണ് അതിന്റെ കണക്റ്റീവ് ഫോഴ്സ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ കുട്ടികളെ. അപ്പൊ അവർക്ക് വേണ്ടി ആക്റ്റീവ് ആയിട്ട് പ്രവർത്തിച്ചവരാണ് ആര്? സോഷ്യലിസ്റ്റ്. എവിടെ? കൺട്രി സൈഡില്. ത്രൂ ദ ഏത് നൂറ്റാണ്ടില്? ത്രൂ ദ ലേറ്റ് 19th century എന്ന് ഓർക്കുക കേട്ടോ കുട്ടികളെ. ആൻഡ് നെക്സ്റ്റ് പോയിന്റ്, അങ്ങനെ ഈ സോഷ്യലിസ്റ്റുകൾ കൺട്രി സൈഡിലാണ് കൂടുതൽ ആക്റ്റീവ് ആയെന്ന് നമ്മൾ പറഞ്ഞു. ഏത് സെഞ്ചുറി? ലേറ്റ് 19th century എന്ന് നമ്മൾ പറഞ്ഞല്ലോ മക്കളെ. ആൻഡ് നെക്സ്റ്റ് പോയിന്റിൽ അവരെന്ത് ചെയ്തു? ഈ സോഷ്യലിസ്റ്റ് പിന്നെ എന്ത് പാർട്ടി ഫോം ചെയ്തു എന്നാണ് പറയുന്നത്? ദേ ഫോംഡ് സോഷ്യലിസ്റ്റ്
സോഷ്യലിസ്റ്റ് റെവല്യൂഷണറി പാർട്ടി എപ്പോ ഏത് വർഷം 1900 അവരെന്ത് 1900 ആ ഒരു ഇയറില് നമ്മൾ പറഞ്ഞില്ലേ 1914 മുമ്പുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികള് എന്താണ് അവിടെ ഇലീഗൽ ആയിട്ടാണ് റഷ്യ കാണുന്നത് എന്ന് പറഞ്ഞല്ലോ. ആ ഒരു ടൈമിൽ റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി വന്നു എന്ന് പറഞ്ഞു അല്ലെ. പിന്നെ വന്നത് സോഷ്യലിസ്റ്റുകളെ വേറൊരു പാർട്ടി എന്ന് പറയുന്നത് ഏതാണ് മക്കളെ? ഇറ്റ് ഈസ് സോഷ്യലിസ്റ്റ് റെവല്യൂഷണറി പാർട്ടിയാണ് അല്ലെ. സോഷ്യലിസ്റ്റ് റെവല്യൂഷണറി പാർട്ടി ഏത് ഇയറിൽ എന്നാ പറയുന്ന മക്കളെ? ഇറ്റ് ഈസ് 1900. ഓക്കെ, അപ്പൊ ഈ ഒരു സ്ലൈഡിൽ എന്തൊക്കെയാ പറഞ്ഞത്? റഷ്യ കുഡ് ബിക്കം സോഷ്യലിസ്റ്റ് മോർ ക്വിക്ലി ദാൻ അതർ കൺട്രീസ് അല്ലെ. മറ്റുള്ള രാജ്യങ്ങളെ നോക്കുമ്പോൾ റഷ്യ പെട്ടെന്നാണ് ഒരു സോഷ്യലിസ്റ്റ് കൺട്രി ആയിട്ട് മാറിയത്. പിന്നെ സെക്കൻഡ് പോയിന്റ് എന്താണ്? ഈ സോഷ്യലിസ്റ്റ് കൂടുതൽ ആക്റ്റീവ് ആയത് കൺട്രി സൈഡിലാണെന്ന് പറഞ്ഞു. സോഷ്യലിസ്റ്റ് വെർ വെരി ആക്റ്റീവ് ഇൻ ദ കൺട്രി സൈഡ്. ഏത് സെഞ്ചുറി വരെ? ത്രൂ ദ ലേറ്റ് 19th century തൊട്ട്. അതേ നെക്സ്റ്റ് വൺ ഈ ഒരു സോഷ്യലിസ്റ്റ് ഫോം ചെയ്ത അനദർ പാർട്ടി എന്ന് പറയുന്നത് ഏതാണ് കുട്ടികളെ? ഇറ്റ് ഈസ് ദേ ഫോംഡ് സോഷ്യലിസ്റ്റ് റെവല്യൂഷണറി പാർട്ടിയാണ്. ഏത് വർഷത്തിലാണെന്നാ പറയുന്നത്? ഇറ്റ് ഈസ് ഇൻ 1900. അപ്പൊ ഇത്ര പോയിന്റ്സ് ആണ് ഈ ഒരു സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സ്ലൈഡിൽ കുറച്ചും കൂടെ ഈ ഒരു പാർട്ടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം കേട്ടോ. സോഷ്യൽ റെവല്യൂഷണറി പാർട്ടിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ആൻഡ് ദിസ് പാർട്ടി സ്ട്രഗിൾഡ് ഫോർ പെസൻസ് റൈറ്റ്സ്. ഞാൻ പറഞ്ഞല്ലോ ഈ സോഷ്യൽ റെവല്യൂഷണറി പാർട്ടി എന്തിനു വേണ്ടിയിട്ടാണ് നിലകൊണ്ടത് കുട്ടികളെ? എന്തിനു വേണ്ടിയിട്ടാണ്? ദ സ്ട്രഗിൾഡ് ഫോർ പെസൻസ് റൈറ്റ്. അവരെന്തിനു വേണ്ടി? അവരുടെ എയിംസ് എന്ന് പറയുന്നത് അല്ലെ, അവരുടെ എയിംസ് അല്ലെ, എയിംസ് എന്ന് പറയുന്നത് പെസൻസിന്റെ റൈറ്റ്സിന് വേണ്ടിയിട്ട്, പെസൻസിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നവരായിരുന്നു സോഷ്യൽ റെവല്യൂഷണറി പാർട്ടിയിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്, സോഷ്യലിസ്റ്റുകൾ എന്ന് പറയുന്നത്. ആൻഡ് ദേ ഡിമാൻഡഡ് ദാറ്റ്, അവർ പിന്നെ എന്താണ് ഡിമാൻഡ് ചെയ്തത്? ലാൻഡ് ബിലോങ്ങിങ് ടു നോബിൾസ് ബി ട്രാൻസ്ഫേർഡ് ടു പെസൻസ്. എന്ന് വെച്ചാൽ നോബിൾസിന്റെ കൈമലുള്ള നിലങ്ങളൊക്കെ ആർക്ക് നൽകണം എന്നാണ് ഈ ഒരു സോഷ്യൽ റെവല്യൂഷണറി പാർട്ടി പറഞ്ഞത്? അത് പെസൻസിന്റെ കൈകളിലേക്ക് തന്നെ നൽകണം എന്നാണ് അല്ലെ കുട്ടികളെ പറഞ്ഞത്. അപ്പൊ എന്തൊക്കെയാണ് ഈ ഒരു സോഷ്യലിസ്റ്റ് റെവല്യൂഷണറി പാർട്ടിന്റെ എയിംസ് എന്ന് പറയുന്ന ലക്ഷ്യങ്ങൾ? ഫസ്റ്റ് എന്താണ്? ഈ പെസൻസിന് അവകാശങ്ങളൊക്കെ നേടിക്കൊടുക്കുക എന്നതാണ് ഫസ്റ്റ് പോയിന്റ് കേട്ടോ കുട്ടികളെ. ആൻഡ് സെക്കൻഡ് പോയിന്റ് എന്താണ്? ഇറ്റ് ഈസ് ലാൻഡ് ബിലോങ്ങിങ് ടു നോബിൾസ്. നോബിൾസിന്റെ കൈമേലുള്ള നിലങ്ങൾ ആർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്? അത് പെസൻസിന്റെ കൈമലിലേക്ക് തന്നെ കൊടുക്കാൻ, തിരിച്ചു നൽകാൻ വേണ്ടിയിട്ടാണ് അല്ലെ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സോഷ്യൽ ഡെമോക്രാറ്റ്സ് ഡിസഗ്രീഡ് വിത്ത് സോഷ്യലിസ്റ്റ് റെവല്യൂഷണറീസ് അബൌട്ട് പെസൻസ്. എന്ന് വെച്ചാല് നമ്മൾ പറഞ്ഞല്ലോ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി, അവര് ഈ ഒരു സോഷ്യൽ റെവല്യൂഷണറി ഈ ഒരു പെസൻസിനെ കുറിച്ച് പറയുന്നതല്ലേ. സോഷ്യൽ ഡെമോക്രാറ്റ്സ് എന്ന് പറഞ്ഞല്ലോ നമ്മൾ. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഫസ്റ്റത്തെ പാർട്ടി, ആ സോഷ്യലിസ്റ്റ് ഫോം ചെയ്ത പാർട്ടി, അവരെന്താണ് ഈ ഒരു റെവല്യൂഷണറീസ് പെസൻസിനെ കുറിച്ച് പറയുന്ന കോൺസെപ്റ്റുകൾ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ് പറഞ്ഞത്. ഓക്കെ, Social Democrats disagreed with the social revolutionaries about peasants എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു സോഷ്യലിസ്റ്റ് റെവല്യൂഷണറി പാർട്ടിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് in order to gain the peasants rights, പെസൻസിന് അവകാശങ്ങൾ നേടിക്കൊടുക്കുക എന്നതും, പിന്നെന്താ കുട്ടികളെ പറഞ്ഞത്? and the land belonging to nobles should be transferred to peasants, പെസൻസിന്റെ കൈമലിലേക്ക് തന്നെ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. പിന്നെ and next we are going to deal with Lenin felt that peasants were not one united group. വ്ളാഡിമിർ ലെനിനെ നിങ്ങൾക്ക് അറിയാം. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാല്, അദ്ദേഹം പറഞ്ഞത് പെസൻസ് വെയർ നോട്ട് വൺ യുണൈറ്റഡ് ഗ്രൂപ്പ് അല്ലെ. പെസൻസുകൾ എന്ന് പറയുന്നത് ഒറ്റ ഗ്രൂപ്പാണോ എന്ന് നമുക്ക് നോക്കിയാലോ. ജസ്റ്റ് നമുക്ക് പോയിന്റ്സ് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പെസൻസ് എല്ലാവരും ഒറ്റ ഗ്രൂപ്പാണോ, ഒറ്റ യുണൈറ്റഡ് ഒത്തൊരുമയോടെ നിൽക്കുന്ന ഗ്രൂപ്പാണോ, എല്ലാവരും ഒരേ ഗ്രൂപ്പിലാണോ പെടുക എന്നുള്ളത് നമുക്ക് നോക്കിയാലോ. ഓക്കെ,
some were poor and others rich എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഈ ഒരു പെസൻസിൽ എന്ന് പറയുമ്പോൾ കുട്ടികളെ ശ്രദ്ധിക്കേണ്ടത് പാവപ്പെട്ടവരും ഉണ്ടാവും പണക്കാരും ഉണ്ടാവും അല്ലെ. അപ്പൊ അവിടെ ഒരു യൂണിറ്റി ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു യുണൈറ്റഡ് ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ടോ മക്കളെ? ഇല്ല അല്ലെ. ഓക്കെ. ആൻഡ് സം വർക്ക്ഡ് ആസ് ലേബറേഴ്സ് അല്ലെ. കുറച്ചു പേര് ലേബറേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യും, ഫാക്ടറീസിലും അല്ലെങ്കിൽ അഗ്രികൾച്ചറിലും വർക്ക് ചെയ്യുന്ന പൂർ വർക്കേഴ്സ് ഉണ്ട്. പിന്നെ വേറെ ആൾക്കാരോ ക്യാപിറ്റലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരും ഉണ്ട് അല്ലെ. എന്ന് വെച്ചാല് ഒരു ഗ്രൂപ്പ് ആളുകള് ലേബേഴ്സ് ആയിട്ട് കൃഷിയിടങ്ങളിലും അതുപോലെ തന്നെ വ്യവസായ മേഖലകളിലും വർക്ക് ചെയ്യുമ്പോൾ ഒരു സൈഡില് ഒരു ഗ്രൂപ്പ് ക്യാപിറ്റലിസ്റ്റ് എന്ന് വെച്ചാൽ ഫാക്ടറിന്റെ ഓണേഴ്സ് ആയി വർക്ക് ചെയ്യുന്നു എന്നാണ് ഈ ഒരു പോയിന്റില് പറയുന്നത്. അവരെന്താണ് ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുമ്പോൾ വേറെ പണിക്കാരെ വെച്ച് ചെയ്യിപ്പിക്കുകയാണ് അല്ലെ. ഓക്കെ. And given this differentiation within them, this could not be all part of a socialist movement. അതുകൊണ്ട് അവരെ ഈ ഒരു യുണൈറ്റഡ് ഗ്രൂപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല അല്ലെ. ഈ ഒരു ഡിഫറൻസിയേഷൻ നിലനിൽക്കുന്നുണ്ട്, ഈ ഒരു വ്യത്യാസം അവരുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. കുറച്ചുപേര് പാവപ്പെട്ടവര്, കുറച്ചുപേര് പണക്കാരുമാണ് അല്ലെ. കുറച്ചുപേര് ലേബേഴ്സ് ആണ്, കൃഷിയിടങ്ങളിലും വ്യവസായ മേഖലകളിലും അവരെന്താണ് പണിയെടുക്കുന്നവരാണ് ചെറിയ തുകയ്ക്ക് വേണ്ടിയിട്ട് അല്ലെ. നിശ്ചിതമായിട്ടുള്ള വർക്കിംഗ് ഹവേഴ്സ് ഇല്ല, വേജസ് ഇല്ല. പക്ഷേ ഒരു ഗ്രൂപ്പ് ആളുകൾ, ഈ ഒരു പെസൻസില് ഒരു ഗ്രൂപ്പ് ആളുകൾ എന്ന് പറയുന്നത് ആരാണ്? ഈ ഫാക്ടറിന്റെ ഓണേഴ്സ് ആണ്, മറ്റുള്ളവരെ കൊണ്ട് പണി എടുപ്പിക്കുന്നവരാണ്. അപ്പൊ ആ ഒരു വ്യത്യാസം ഇവരുടെ ഇടയിലുണ്ട്. ആ ഒരു ഡിഫറൻസിയേഷൻ എക്സിസ്റ്റ് ബിറ്റ്വീൻ ദം എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? വ്ളാഡിമിർ ലെനിൻ പറഞ്ഞൊരു കോൺസെപ്റ്റ് ആണ് പെസൻസ് വെയർ നോട്ട് എ യുണൈറ്റഡ് ഗ്രൂപ്പ്. അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് കുട്ടികളെ? ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സം വെയർ പുവർ ആൻഡ് അതേഴ്സ് വെയർ റിച്ച്. നമ്മൾ പറഞ്ഞു അല്ലേ. ആൻഡ് സം വർക്ക്ഡ് ആസ് ലേബറേഴ്സ് ആൻഡ് while others were capitalists who employed workers. And next point, given this differentiation within them, they could not all be a united group, or they could not all be a part of a socialist revolution or socialist movement. ഭാഗമാവാൻ ഇവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കഴിയില്ല അല്ലെ. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് ഈ ഒരു സ്ലൈഡിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി നെക്സ്റ്റ് സ്ലൈഡിൽ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ. അപ്പൊ വ്ളാഡിമിർ ലെനിന്റെ പാർട്ടി ഏതാ? അദ്ദേഹത്തെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കിയാലോ കുട്ടികളെ? ഓക്കെ, നമുക്ക് നോക്കാം. വ്ളാഡിമിർ ലെനിൻ, who led the Bolshevik group, thought that ഈ അദ്ദേഹത്തിന്റെ ഒരു പാർട്ടി ആയിരുന്നു ബോൾഷെവിക് എന്ന് പറയുന്നത്. അതിന്റെ ലക്ഷ്യങ്ങൾ, എയിംസ് ഒക്കെ എന്തൊക്കെയാ നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ്, ഇൻ എ റിപ്രസീവ് സൊസൈറ്റി അല്ലെ. എന്ന് വെച്ചാൽ ഇൻ എ റിപ്രസീവ് സൊസൈറ്റി ലൈക്ക് ടെസാറിസ്റ്റ് റഷ്യ, ദ പാർട്ടി ഷുഡ് ബി ഡിസിപ്ലിൻഡ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ റിപ്രസീവ് സൊസൈറ്റി എന്ന് വെച്ചാൽ അടിച്ചമർത്തലുകളുടെ ഒരു സമൂഹമായ ആര് ഭരിക്കുന്നതാണ്? ടെസാറ് അല്ലെ. ടെസാറുകളുടെ ഭരണമായിരുന്നു ആ ഒരു ടൈമില് റഷ്യയില് അല്ലെ. അവിടെ എന്തായിരിക്കണം, എന്ത് കൊണ്ടുവരണം എന്നാണ് വ്ളാഡിമിർ ലെനിൻ പറഞ്ഞത് കുട്ടികളെ? പാർട്ടി അല്ലെ, രാഷ്ട്രീയ പാർട്ടികൾ അവിടെ ഡിസിപ്ലിൻഡ് ഓടെ വർക്ക് ചെയ്യണം എന്നാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. ഇൻ എ റിപ്രസീവ് സൊസൈറ്റി ലൈക്ക് ടെസാറിസ്റ്റ് റഷ്യ, ദ പാർട്ടി ഷുഡ് ബി ഡിസിപ്ലിൻഡ് എന്നാണ് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് എന്താണ്? ഇറ്റ് ഷുഡ് കൺട്രോൾ ദി നമ്പർ ആൻഡ് ക്വാളിറ്റി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. അവിടെ ഒരു പാർട്ടി ഉണ്ടെങ്കിൽ, അവിടെ ഒരു പാർട്ടി ഫോം ചെയ്യണമെങ്കിൽ അവിടെ എന്താണ്? അവിടെ മെമ്പേഴ്സിന്റെ എണ്ണത്തില് എന്ത് വേണം? ഒരു ലിമിറ്റ് വേണം, ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യണം ഒരു പാർട്ടി അവിടെ ഫോം ചെയ്യുമ്പോൾ എന്നാണ് വ്ളാഡിമിർ ലെനിൻ പറഞ്ഞത്. കൺട്രോൾ ദി നമ്പർ ആൻഡ് ക്വാളിറ്റി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് നോക്കിയാലോ. ഈ ഒരു ബോൾഷെവിക്കിന്റെ അതർ ഗ്രൂപ്പാണ് എന്ത്? മെൻഷെവിക്സ് എന്ന് പറയുന്നത്. തോട്ട് ദാറ്റ് പാർട്ടി ഷുഡ് ബി ഓപ്പൺ ടു ഓൾ.
ഇപ്പോ ബോൾഷെവിക്സിന്റെ ഓപ്പോസിറ്റ് വ്യൂ പോയിന്റ് ആയിരിക്കും മെൻഷെവിക്സിന് ഉണ്ടാവും. മെൻഷെവിക് പറയുന്നത് എന്താണ്? ഈ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവർക്കും വേണ്ടി ഓപ്പൺ ചെയ്തു കൊടുക്കണം എന്ന് പറയുമ്പോൾ ഈ ബോൾഷെവിക് പാർട്ടി ഓഫ് വ്ളാഡിമിർ ലെനിൻ എന്താണ് കുട്ടികളെ പറയുന്നത്? അവര് പറയുന്നതെന്ന് വെച്ചാൽ പാർട്ടി ഷുഡ് ബി ഡിസിപ്ലിൻഡ് ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യണം പാർട്ടി എന്നാണ് പറയുന്നത്. എല്ലാത്തിനും ഒരു കൃത്യത ഉണ്ടായിരിക്കണം അല്ലെ. അതുപോലെ തന്നെ there should be a control in the limitation of its members അല്ലെ. അവിടെ ലിമിറ്റ് വേണം അല്ലെ. അപ്പോ മെമ്പേഴ്സിനെ ചൂസ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു ക്വാളിറ്റി, ആ ഒരു പാർട്ടിയിൽ ചേരാൻ എന്ത് ക്വാളിറ്റി അടിസ്ഥാനത്തിലാണ് അവരെ മെമ്പേഴ്സ് ആക്കി അതൊക്കെ നോക്കി വേണം മെമ്പേഴ്സിനെ ചൂസ് ചെയ്യാൻ. പക്ഷെ മെൻഷെവിക് ഗ്രൂപ്പ് അങ്ങനെയാണോ? അല്ല അല്ലെ. മെൻഷെവിക് ഗ്രൂപ്പ് എന്ന് പറയുന്ന പാർട്ടി അവർ പറയുന്നത് എന്താ? പാർട്ടി ഷുഡ് ബി ഓപ്പൺ ടു ഓൾ എന്നാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ പറഞ്ഞത്. ആൻഡ് ടർബുലന്റ് ടൈം, അടുത്ത നമ്മൾ നോക്കാം. ടർബുലന്റ് ടൈം, ഒരു ഡേഞ്ചറസ് ടൈം അല്ലെ. 1905 റെവല്യൂഷനെ കുറിച്ചാണ് ഈ ഒരു സ്ലൈഡിൽ നമ്മൾ പറയുന്നത്. 1905 ഒരു വിപ്ലവം ഉണ്ടായി. എന്ത് വിപ്ലവം എന്ന് നമുക്ക് നോക്കിയാലോ? റഷ്യ വാസ് ആൻ ഓട്ടോക്രസി അല്ലെ. റഷ്യ എന്ന് പറയുന്ന ഒരു ഓട്ടോക്രാറ്റിക് റൂൾ ആയിരുന്നു അല്ലെ, കിങ്ഷിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള റൂൾ. ഓക്കെ, unlike other European rulers, even at the beginning of the 20th century, the Tsar was not subject to parliament എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാല് വേറെ യൂറോപ്യൻ റൂളേഴ്സ് വെച്ച് നോക്കുമ്പോൾ ടെസാറിസ്റ്റുകൾക്ക് 20th സെഞ്ചുറി തുടക്കം വരെ എന്തുണ്ടായിരുന്നില്ല? ഒരു കറക്റ്റ് പാർലമെന്റ് ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ടെസാർ വാസ് നോട്ട് സബ്ജക്ട് ടു പാർലമെന്റ്, ഒരു പാർലമെന്റ് അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. Okay, and the liberals in Russia campaigned to end this state of affairs. അപ്പൊ ലിബറൽസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് റഷ്യയിൽ ഫോം ചെയ്തിട്ട് അവര് പറഞ്ഞു ഈ ടൈപ്പ് ഓഫ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് എൻഡ് ചെയ്യണം, ഈ ഒരു കിങ്ഷിപ്പ് റൂൾ എൻഡ് ചെയ്തിട്ട് അവിടെ ഒരു പാർലമെന്റ് ഫോം ചെയ്യണം എന്നൊരു ആവശ്യവുമായിട്ട് ആര് വന്നു എന്നാണ് പറയുന്ന മക്കളെ? ലിബറൽസ് അവിടെ ഫോം ചെയ്തിട്ട് അവര് പറഞ്ഞു ഈ ഒരു സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് എൻഡ് ചെയ്യണം എന്നുള്ള അവസാനിപ്പിക്കണം എന്നുള്ള ഒരു ആവശ്യവുമായിട്ട് ലിബറൽസ് അവിടെ റഷ്യയിൽ ഫോം ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ്? റഷ്യ വാസ് എൻ ഓട്ടോക്രസി ആൻഡ് അൺലൈക്ക് അതർ യൂറോപ്യൻ റൂളേഴ്സ് ഈവൻ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ 20th സെഞ്ചുറി ടെസാർ വാസ് നോട്ട് സബ്ജക്റ്റഡ് ടു പാർലമെന്റ്. പാർലമെന്റിന്റെ ആവശ്യകതയൊന്നും അവർ ചിന്തിക്കുന്നൊന്നുമില്ല. അപ്പോ ആണ് ലിബറൽസ് ഇൻ റഷ്യ ക്യാമ്പയിൻ ടു എൻഡ് ദ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റേറ്റിൽ നടക്കുന്ന പല കാര്യങ്ങൾക്കെതിരെ ഈ ഒരു ഇത് അവസാനിപ്പിച്ച് അവിടെ ഒരു പാർലമെന്റ് ഫോം ചെയ്യണം എന്ന് പറഞ്ഞു. ആര്? ലിബറൽസ് അല്ലെ. റഷ്യയിലെ ലിബറൽസ് എന്ന ഫോം ഓഫ് ഗ്രൂപ്പ് പീപ്പിൾ, ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് വൺ. അങ്ങനെ ഈ ഒരു സോഷ്യൽ ഡെമോക്രാറ്റ്സും സോഷ്യലിസ്റ്റ് റെവല്യൂഷണറീസ് ദേ വർക്ക് വിത്ത് പെസൻസ് ആൻഡ് വർക്കേഴ്സ്. അവർ പെസൻസിന്റെ കൂടെയും വർക്കേഴ്സിന്റെ കൂടെയും വർക്ക് ചെയ്തു. ഏത് ടൈമില്? ഈ ഒരു റെവല്യൂഷൻ ടൈമിൽ വർക്ക് ചെയ്തു എന്നാണ് പറയുന്നത് അല്ലെ. ടു ഡിമാൻഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ നമ്മൾ പറഞ്ഞല്ലോ ഏതൊക്കെ പൊളിറ്റിക്കൽ പാർട്ടീസ് ആയിരുന്നു അവിടെ വന്നത്? സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി, സോഷ്യലിസ്റ്റ് അല്ലെ, സോഷ്യലിസ്റ്റ് റെവല്യൂഷണറി അല്ലെ പാർട്ടീസ് ഒക്കെ അവിടെ ഫോം ചെയ്ത് നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ അവരെന്ത് ചെയ്തു? ഈ പെസൻസിന്റെ കൂടെ, സോഷ്യൽ ഡെമോക്രാറ്റ്സും സോഷ്യൽ റെവല്യൂഷണറീസും ഈ പെസൻസിന്റെ കൂടെ ഗ്രൂപ്പായിട്ട് അല്ലെ, പെസൻസിന്റെ കൂടെയും വർക്കേഴ്സിന്റെ കൂടെയും ഗ്രൂപ്പായിട്ട് ഈ ഒരു വിപ്ലവമില്ലേ 1905 ഈ ഒരു വിപ്ലവത്തിൽ അവരെന്ത് ചെയ്തു? കൂടിച്ചേർന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ഭരണഘടന ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരെ ഒത്തുകൂടിയത്. ഈ സോഷ്യൽ ഡെമോക്രാറ്റ്സും സോഷ്യൽ റെവല്യൂഷണറീസും ആരുമായിട്ട്? പെസൻസും വർക്കേഴ്സുമായിട്ട്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു കുട്ടികളെ? ഇൻ ഓർഡർ ടു ഡിമാൻഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈ ഒരു 1905 ഈ റെവല്യൂഷൻ നടന്നത്. അപ്പൊ അതിന്റെ മുൻപുള്ള അല്ലെ വർഷം എന്ന് അതിന്റെ പിൻപുള്ള വർഷം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഈ റഷ്യൻ വർക്കേഴ്സിന് വളരെ ഒരു നല്ല വർഷമായിരുന്നില്ല എന്നതാണ് കേട്ടോ കുട്ടികളെ. ആൻഡ് ദ പ്രൈസസ് ഓഫ് എസെൻഷ്യൽ ഗുഡ്സ് റോസ് സോ ക്വിക്ക്ലി. പിന്നെന്താണ്? അവിടെയുള്ള അത്യാവശ്യമായിട്ട് വേണ്ടിയിട്ടുള്ള ഗുഡ്സ് ഒക്കെ അതിന്റെയൊക്കെ വില കൂടി എന്നാണ് പറയുന്നത്.
And so quickly that real wages declined by 20%. എന്ന് വെച്ചാല് നമുക്ക് അത്യാവശ്യമുള്ള കുറെ ഗുഡ്സിന്റെ റൈസ് അല്ലെ എന്ന് വെച്ചാൽ ആ ഗുഡ്സിന്റെ പ്രൈസ് അവർ കൂട്ടുകയും ഇവരുടെ വരുമാനം 20% ഈ ഒരു റഷ്യൻ വർക്കേഴ്സിന്റെ വരുമാനം 20% കുറയുകയും ഉണ്ടായി എന്നാണ് പറയുന്നത്. 1904 നടന്നിട്ടുള്ള ഇവന്റ് ആണ് മക്കളെ. ദ പ്രൈസസ് ഓഫ് എസെൻഷ്യൽ ഗുഡ്സ് വർദ്ധിക്കുകയും പിന്നെ ദ റിയൽ വേജസ് ഓഫ് വർക്കേഴ്സ് ഡിക്ലൈൻഡ്. എത്ര പൈസയാണ് ഡിക്ലൈൻഡ് ആയത്? കുറച്ചത്. 20% ഓഫ് റിയൽ വേജസ് ഓഫ് റഷ്യൻ വർക്കേഴ്സ് ഇസ് ഡിക്ലൈൻഡ്, കുറച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? ഈ സോഷ്യൽ ഡെമോക്രാറ്റ്സും സോഷ്യൽ റെവല്യൂഷണറീസും ആരുമായിട്ട് ഒത്തുകൂടി? പെസൻസും വർക്കേഴ്സുമായിട്ട് ഒത്തുകൂടി. അതാണ് 1905 റെവല്യൂഷൻ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു 1905 റെവല്യൂഷൻ മക്കളെ? അല്ലെ, in order to demand a constitution or in order to form a constitution, ഒരു ഭരണഘടന ഫോം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അവര് ഇങ്ങനെ ഒത്തുകൂടിയിരുന്നത് അല്ലെ, ഈ ഒരു വിപ്ലവത്തിനായി. ഓക്കെ, പക്ഷെ അതിന് മുൻപുള്ള 1904 അല്ലെ, 1904 ആ ഒരു ടൈം, ആ ഒരു വർഷം എന്ന് പറയുന്നത് റഷ്യയിലെ വർക്കേഴ്സിന്, തൊഴിലാളികൾക്ക് നല്ലൊരു വർഷമായിരുന്നില്ല. എന്തുകൊണ്ടായിരുന്നു? അവിടെയുള്ള കുറെ ഗുഡ്സിന്റെ വില കൂട്ടുകയും വർദ്ധിപ്പിക്കുകയും അതുമൂലം അവിടെയുള്ള വർക്കേഴ്സിന്റെ കിട്ടുന്ന പൈസയിൽ നിന്ന് 20% കുറയ്ക്കുകയും ചെയ്തു. അത് അവർക്ക് ഒരു അടിയേറ്റ പോലെയായിരുന്നു ആ ഒരു തൊഴിലാളികൾക്ക് എന്നതാണ് കേട്ടോ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, and the membership of workers associations rose dramatically. ഇങ്ങനെ 1904 ഈ വർക്കേഴ്സിന്റെ ഒക്കെ വേജസ് കുറയ്ക്കാൻ തുടങ്ങി അല്ലെ, എസെൻഷ്യൽ ഗുഡ്സിന്റെ പ്രൈസ് കൂട്ടാൻ തുടങ്ങിയപ്പോ. അപ്പോ അവിടെ എന്ത് ചെയ്തു? ഈ വർക്കേഴ്സ് ഒക്കെ പോയിട്ട് ഈ അസോസിയേഷനില് മെമ്പർഷിപ്പ് നേടി എന്നാണ് പറയുന്നത്. യൂണിയനിലൊക്കെ പോയി മെമ്പർഷിപ്പ് നേടി ഈ വർക്കേഴ്സ്. ഓക്കെ, when 4 members of Assembly of Russian Workers which had been formed in 1904, എന്ന് വെച്ചാല് ഈ അസംബ്ലിയിലുള്ള എന്ന് വെച്ചാൽ 4 members of Russian workers which had been formed in 1904 were dismissed at the Putilov Iron Works. എന്ന് വെച്ചാൽ 4 വർക്കേഴ്സിനെ അവരെന്ത് ചെയ്തു? ഈ ഒരു അയൺ വർക്ക്സിൽ പണിയെടുക്കുന്ന പ്യൂട്ടിലോവ് അയൺ വർക്ക്സിൽ പണിയെടുക്കുന്ന 4 മെമ്പേഴ്സിനെ ഡിസ്മിസ് ചെയ്ത് അവിടുന്ന് പുറത്താക്കിയപ്പോ അവരൊരു അസോസിയേഷൻ, ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തു. ആൻഡ് there was a call for industrial action. അങ്ങനെ ഇവർക്കെതിരെ വരുമ്പോൾ ഇൻഡസ്ട്രിയൽ ആക്ഷൻ അല്ലെ, ഇൻഡസ്ട്രിയൽ വ്യവസായ മേഖലകൾക്കെതിരെ ഇങ്ങനെയുള്ള സമരങ്ങള് ഈ വർക്കേഴ്സ് തന്നെ ഫോം ചെയ്യുമ്പോൾ ഈ ഇൻഡസ്ട്രീസ് എന്ത് ചെയ്യും? അവർക്കെതിരെ ആക്ഷൻസ് എടുക്കും അല്ലെ. Over the next few days, it is 110,000 workers in St. Petersburg went to strike demanding a reduction in working day to 8 hours. അങ്ങനെ പീറ്റേഴ്സ്ബർഗിൽ കുറെ വർക്കേഴ്സ് ചേർന്നിട്ട് സെന്റ് പീറ്റേഴ്സ്ബർഗില് എന്ത് ചെയ്തു? സമരം വിളിച്ചു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു മക്കളെ? ഇവരുടെ വർക്കിംഗ് ഹവേഴ്സ് 8 മണിക്കൂറായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ കുറെ ലക്ഷക്കണക്കിന് ആളുകൾ ചേർന്നിട്ട് അവിടെ ഒരു അസോസിയേഷൻ ഫോം ചെയ്തു. 8 hours ആക്കി, അവരുടെ വർക്കിംഗ് ഹവേഴ്സ് 8 hours ആക്കി മാറ്റണം എന്ന് പറഞ്ഞു. ആൻഡ് അവരുടെ പൈസ, അവർക്ക് കിട്ടുന്ന പൈസ വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞു. ആൻഡ് ഇംപ്രൂവ്മെന്റ് ഇൻ വർക്കിംഗ് കണ്ടീഷൻ അല്ലെ, അവരിപ്പോ വർക്ക് ചെയ്യുന്ന സ്ഥലം ഇറ്റ് ഈസ് ഇൻ ഹൈജീനിക് കണ്ടീഷൻ, അത്ര വൃത്തിയില്ലാത്ത ഒരു അവസ്ഥയാണ് ഫാക്ടറീസിലൊക്കെ ഉള്ളത്. അത് ഇംപ്രൂവ് ചെയ്യണം എന്നും ഉള്ള ആവശ്യകതയായിരുന്നു അവർ ഫോം ചെയ്ത ആ ഒരു അസോസിയേഷന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. സെന്റ് പീറ്റേഴ്സ്ബർഗിലാണ് ഇത്രയും വർക്കേഴ്സ് എന്ത് ചെയ്തത്? സമരം വിളിച്ചത്. എന്തിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു? വർക്കിംഗ് ഹവേഴ്സ് 8 hours ആക്കാനും വേജസ് വർദ്ധിപ്പിക്കാനും പിന്നെന്താ കുട്ടികളെ? ഇംപ്രൂവ്മെന്റ് ഇൻ വർക്കിംഗ് കണ്ടീഷൻ, അവരുടെ വർക്കിംഗ് കണ്ടീഷൻസ് ഇംപ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ടായിരുന്നു. ഫസ്റ്റ് പോയിന്റ് എന്താണ്? മെമ്പർഷിപ്പ് ഓഫ് വർക്കേഴ്സ് അസോസിയേഷൻസ് വെയർ ഇൻക്രീസ്ഡ്. ആൻഡ് സെക്കൻഡ് വൺ, 4 members of the Assembly of Russian Workers which had been formed. എപ്പോഴാണ് അവരെന്ത് ഫോം ചെയ്തു? 1904 റെവല്യൂഷന്റെ തുടക്കം. അവരൊക്കെ എവിടുന്ന് പുറത്താക്കിയതാണ്? പ്യൂട്ടിലോവ് അയൺ വർക്കേഴ്സ്.
അവര് ഈ ഒരു ഇൻഡസ്ട്രിയൽ ഫാക്ടറിക്കെതിരെയായിട്ടാണ് ഈ ഒരു 4 members of Assembly of Russian Workers ആക്ഷൻ എടുത്തിരുന്നത്, അല്ലെ, ഒരു സ്ട്രൈക്ക് നടത്തിയിരുന്നത്. പിന്നെ ഉണ്ടായ ഒരു ഇവന്റ് എന്ന് പറയുന്നത് സെന്റ് പീറ്റേഴ്സ്ബർഗില് സ്ട്രൈക്ക്, സമരം, കുറെ ലക്ഷക്കണക്കിന് വർക്കേഴ്സ് ചേർന്നിട്ട് സ്ട്രൈക്ക് നടത്തി. എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നാ പറഞ്ഞ കുട്ടികളെ? ഇറ്റ് ഈസ് ഫോർ ദി റിഡക്ഷൻ in the working days, working hours to 8 hours ആക്കി മാറ്റണമെന്നും അവരുടെ വേജസ്, അവർക്ക് കിട്ടുന്ന പൈസ വർദ്ധിപ്പിക്കണമെന്നും. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണ് മക്കളെ? ഇറ്റ് ഈസ് ടു ഇംപ്രൂവ് ദിയർ വർക്കിംഗ് കണ്ടീഷൻസ്. അവർ വർക്ക് ചെയ്യുന്ന ഇപ്പത്തെ നിലവിലുള്ള അവരുടെ പണിസ്ഥലങ്ങൾ, അല്ലെ, ഫാക്ടറിയിലെ പല ഏരിയാസ്, അവർ വർക്ക് ചെയ്യുന്ന ഏരിയാസ് ഇംപ്രൂവ് ചെയ്യണം, മെച്ചപ്പെടുത്തണം എന്നുമാണ് അല്ലെ പറഞ്ഞത്, അല്ലെ. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, when the procession of workers, it is led by Father ഗാപ്പോന്റെ നേതൃത്വത്തില് കുറെ വർക്കേഴ്സ് എന്ത് ചെയ്തു? റാലി നടത്തി. അവരെന്നിട്ട് എവിടെ എത്തി? വിന്റർ പാലേസിന്റെ അവിടെ എത്തി. ഇറ്റ് വാസ് അറ്റാക്ഡ് ബൈ ദ പോലീസ് ആൻഡ് കൊസാക്സ്. എന്നിട്ട് അത് ആര് അറ്റാക്ക് ചെയ്തു? പോലീസും കൊസാക്സും മിലിറ്ററി ഒക്കെ ചേർന്നിട്ട് അത് നിയന്ത്രിച്ചു എന്നാണ് പറയുന്നത്. ഫാദർ ഗേപ്പന്റെ നേതൃത്വത്തിൽ കുറെ വർക്കേഴ്സ് അണിനിരന്നു എന്നാണ് പറയുന്നത്, അല്ലെ. ഫാദർ ഗേപ്പന്റെ ലീഡർഷിപ്പില് കുറെ വർക്കേഴ്സ് അണിനിരന്നു. പക്ഷെ അത് ആര് നിയന്ത്രിച്ചു എന്നാണ് മക്കളെ പറയുന്നത്? ഇറ്റ് ഈസ് അറ്റാക്ഡ് ബൈ പോലീസ് ആൻഡ് കൊസാക്സ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്താണ് മക്കളെ? ഓവർ 100 വർക്കേഴ്സ് വെർ കിൽഡ്. അതില് 100 തൊഴിലാളികൾ മരിക്കുകയും അതുപോലെ തന്നെ 300 വോണ്ടഡ്, 300 തൊഴിലാളികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് കേട്ടോ കുട്ടികളെ പറയുന്നത്. ഓവർ 100 വർക്കേഴ്സ് വെർ കിൽഡ് ഇൻ ദിസ് അറ്റാക്ക് ആൻഡ് 300 വെർ വോണ്ടഡ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, ദ ഇൻസിഡന്റ് ഈസ് നോൺ ആസ് ബ്ലഡി സൺഡേ. ആ ഒരു ഇൻസിഡന്റ്, ഇത്രയും പേര് മരിക്കുകയും കുറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ആ ഒരു ദിവസത്തിന് പറയുന്ന പേരെന്താണ് കുട്ടികളെ? ഇറ്റ് ഈസ് ബ്ലഡി സൺഡേ എന്നാണ് വിളിച്ചിരുന്നത്. ആൻഡ് ഇറ്റ് സ്റ്റാർട്ടഡ് എ സീരീസ് ഓഫ് ഈവന്റ്സ്. ഇത് കാരണം കുറെ തരത്തിലുള്ള റെവല്യൂഷൻ റഷ്യയിൽ ഉണ്ടായി എന്നാണ് പറയുന്നത്. അതിനെ പറയുന്ന പേരാണ് 1905 റെവല്യൂഷൻ എന്ന്, അല്ലെ. ആ ഒരു റെവല്യൂഷൻ പറയുന്ന പേരാണ് കുട്ടികളെ 1905 റെവല്യൂഷൻ. എന്താണ്? ഫാദർ ഗേപ്പന്റെ നേതൃത്വത്തിൽ കുറെ ആളുകള്, കുറെ തൊഴിലാളികൾ അണിനിരന്നു. പക്ഷെ അതൊക്കെ പോലീസുകാരും മിലിറ്ററീസും അതൊക്കെ നിയന്ത്രിച്ചു എന്ന് പറയുന്നു. സെക്കൻഡ് പോയിന്റ് എന്താണ്? ആ ഒരു റെവല്യൂഷൻ, ആ ഒരു സ്ട്രൈക്കില് 100 വർക്കേഴ്സ് മരിക്കുകയും 300 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു, അല്ലെ. പിന്നെ ഈ ഒരു ഇൻസിഡന്റിനെ പറയുന്ന പേരാണ് മക്കളെ എന്ത്? ഇറ്റ് ഈസ് ബ്ലഡി സൺഡേ. അതിനെ ഈ ഒരു ഈവന്റ്, ഫാദർ ഗേപ്പന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള, ഈ വർക്കേഴ്സ് അണിനിരന്നിട്ടുള്ള ഈ ഒരു ഈവന്റ്, അല്ലെ, എന്ന് പറയുന്ന പേരെന്താ മക്കളെ? 1905 റെവല്യൂഷൻ എന്നാണ് ഈ ഒരു ഈവന്റിന്റെ പേര്. ഓക്കെ, ഈ ഒരു ഈവന്റ് നടന്നതിന് ശേഷം അവിടെ റഷ്യ, ആ കൺട്രി മൊത്തം പല രീതിയിലുള്ള സംഘർഷങ്ങളാണ് കേട്ടോ കുട്ടികളെ ഉണ്ടായത്. എവിടെയൊക്കെ ഉണ്ടായി എന്ന് പറയുന്നത്? ഓൾ ഓവർ ദ കൺട്രി. ആ ഒരു രാജ്യം മൊത്തം പലതരത്തിലുള്ള സംഘർഷങ്ങൾ അവിടെ അണിനിരന്നു എന്നാണ് പറയുന്നത്. യൂണിവേഴ്സിറ്റീസ് വെയർ ക്ലോസ് ഡൗൺ. എല്ലാ സർവകലാശാലകളും അവിടെ അടച്ചുപൂട്ടി എന്നാണ് പറയുന്നത്. ആൻഡ് ദ സ്റ്റുഡന്റ് ബോഡി സ്റ്റേജ്ഡ് വാക്കൌട്ട്സ്. എല്ലാവരും എന്ത് വരും? ഈ ഒരു പലതരത്തിലുള്ള റാലി നടത്തി, പ്ലക്കാർഡ്സ് ഒക്കെ പിടിച്ചിട്ട് എന്താണ് ഇത്രയും വർക്കേഴ്സിന്റെ റൈറ്റ്സിന് വേണ്ടിയിട്ടൊക്കെ അവരെന്ത് ചെയ്തു? ശബ്ദമുയർത്താൻ തുടങ്ങി. ആൻഡ് ദേ കംപ്ലൈനിങ് അബൌട്ട് ദ ലാക്ക് ഓഫ് സിവിൽ ലിബർട്ടീസ്. അവർക്ക് എന്താണ് ഇത്തരം ആളുകൾക്ക് അവകാശങ്ങൾ, അവരുടെ മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടതിനെതിരെയാണ് അവർ പോരാടിയത്. ഈ യൂണിവേഴ്സിറ്റിയിലുള്ള സ്റ്റുഡൻസ്, അവിടെയുള്ള സിറ്റിസൺസ് എല്ലാവരും അണിനിരന്ന് അവർക്ക് വേണ്ടി പോരാടി എന്നാണ് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ, ആരൊക്കെയാണ് അവിടെ യൂണിയൻസ് ഫോം ചെയ്തത്? പിന്നെ പ്രൊഫഷണൽസിൽ നിന്ന് ആരൊക്കെ വന്നു നമുക്ക് നോക്കിയാലോ? ലോയേഴ്സ്, അല്ലെ. ലോയേഴ്സ് എന്ന് പറയുമ്പോൾ വക്കീൽമാര്, പിന്നെ ഡോക്ടേഴ്സ്, പിന്നെ എഞ്ചിനീയേഴ്സ്, പിന്നെ ആ മിഡിൽ ക്ലാസ് വർക്കേഴ്സ് ഒക്കെ എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നാണ് പറയുന്നത്? മിഡിൽ ക്ലാസ്
വർക്കേഴ്സ് ഒക്കെ എന്ത് ഫോം ചെയ്തു എന്നാണ് മക്കളെ പറയുന്നത്? യൂണിയൻ അല്ലെ, യൂണിയൻ ഫോം ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഡിമാൻഡ് എ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. അവിടെ എന്ത് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവര് അണിനിരന്നത്. ഇത്തരം കാര്യങ്ങളൊന്നും ഇവിടെ നടന്നുകൂടാ അല്ലെ. അപ്പോ ഇവരെന്തിനു വേണ്ടിയിട്ടാണ്? ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, ഒരു ഭരണഘടന അവർക്ക് വേണമെന്ന് അവർ ഡിമാൻഡ് ചെയ്തു എന്നാണ് പറയുന്നത് അല്ലെ. ആൻഡ് സ്ട്രൈക്സ് ടുക്ക് പ്ലേസ് ഓൾ ഓവർ ദ കൺട്രി. ഇതുമൂലം പല സ്ഥലങ്ങളിലും സമരങ്ങള് സംഘടിപ്പിച്ചു. യൂണിവേഴ്സിറ്റീസ് ഒക്കെ ക്ലോസ് ചെയ്തു. സ്റ്റുഡൻസ് ഒക്കെ എന്താണ് പലതരത്തിലുള്ള റാലി നടത്തി. എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് സിവിൽ ലിബർട്ടീസ് മൂലമാണ് ഇത്തരം കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അവർ വന്നത് അല്ലെ. പിന്നെ ഏതൊക്കെ ടൈപ്പ് ഓഫ് പ്രൊഫഷണൽസ് ആണ് യൂണിയൻസിലൊക്കെ ജോയിൻ ചെയ്തത്? ഇറ്റ് ഈസ് ലോയേഴ്സ്, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് ആൻഡ് മിഡിൽ ക്ലാസ് വർക്കേഴ്സ്. അവർ ഇത്തരം സംഘർഷങ്ങൾ നടത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു കുട്ടികളെ? ഇറ്റ് ഈസ് ടു ഫോം എ constituent assembly in order to form a constitution or parliament. Okay. അങ്ങനെ ഈ ഒരു 1905 റെവല്യൂഷൻ കൊണ്ട് ടെസാർ എന്ത് തീരുമാനിച്ചു? ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യാൻ അവർ തീരുമാനിച്ചു അല്ലെ. ഡൂമ എന്നാണ് അവർ പറയുന്ന മറ്റൊരു പേര്. അപ്പൊ ഡ്യൂറിംഗ് ദ റെവല്യൂഷൻ ദർ എക്സിസ്റ്റഡ് എ ലാർജ് നമ്പർ ഓഫ് ട്രേഡ് യൂണിയൻസ് ആൻഡ് ഫാക്ടറി കമ്മിറ്റീസ് മെയ്ഡ് അപ്പ് ഓഫ് ഫാക്ടറി വർക്കേഴ്സ് എന്നാണ് പറയുന്നത്. ആ ഒരു റെവല്യൂഷൻ 1905 റെവല്യൂഷൻ കൊണ്ട് എന്ന് വെച്ചാല് പലതരത്തിലുള്ള എന്ന് വെച്ചാൽ കുറെ ആളുകൾ അണിനിരന്നിട്ടുള്ള ട്രേഡ് യൂണിയൻസ് അവിടെ ഉണ്ടായിരുന്നു. ഫാക്ടറി കമ്മിറ്റീസ് അവിടെ നിലനിന്നു. അത് ആരാണ് ഉണ്ടാക്കിയത്? ഫാക്ടറി വർക്കേഴ്സ് ആണ് അതിലുള്ളത്. ഓക്കെ. ആഫ്റ്റർ 1905 മോസ്റ്റ് കമ്മിറ്റീസ് ആൻഡ് യൂണിയൻസ് വർക്ക്ഡ് അൺഒഫീഷ്യലി സിൻസ് ദേ വർ ഡിക്ലെയർഡ് ഇലീഗൽ. എന്ന് വെച്ചാൽ 1905 അല്ലെ 1914 വരെയുള്ള വർഷം ആ ഒരു ടൈം വരെ 1914 വരെയുള്ള വർഷത്തിൽ എന്ത് അവിടെ അനുവദിച്ചില്ല. റഷ്യയിലെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇലീഗൽ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് അല്ലെ. അപ്പൊ അവിടെ ഈ ഒരു ലാസ്റ്റ് നമ്പർ ഓഫ് ട്രേഡ് യൂണിയൻസും ഫാക്ടറി കമ്മിറ്റീസും 1905 ഈ റെവല്യൂഷൻ ഒക്കെ വന്നത്. ആ ഒരു ടൈമിൽ അത് പ്രവർത്തിക്കുന്ന ഇലീഗൽ ആയിട്ട് മാത്രമേ ആര് കാണുള്ളൂ? ആ രാജ്യത്തെ ഭരണാധികാരി കാണുള്ളൂ അല്ലെ. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് പറഞ്ഞ. എന്തൊക്കെ കാര്യങ്ങളാണ് മക്കളെ? 1905 റെവല്യൂഷൻ വന്നപ്പോ ടെസാർ തീരുമാനിച്ചു എന്തായാലും അവിടെ ഒരു എലക്റ്റഡ് ബോഡി അല്ലെ, അവിടെ ഒരു പാർലമെന്റ് ഉണ്ടായിരിക്കട്ടെ, ഒരു ഡൂമ അവിടെ ഉണ്ടായിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർ ഫോം ചെയ്യാൻ തുടങ്ങി കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ. അങ്ങനെ ഈ ഒരു റെവല്യൂഷൻ 1905 റെവല്യൂഷന്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് അവിടെ ലാർജ് നമ്പർ കുറെ എണ്ണാൻ പറ്റാത്ത വിധത്തിലുള്ള ട്രേഡ് യൂണിയൻസ്, ഫാക്ടറി കമ്മിറ്റീസ് ഒക്കെ അവിടെ ഫോം ചെയ്തു. പക്ഷേ ഇത് 1905 ആണ് കാലഘട്ടം. 1914 വരെ അവിടെ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളും നിലനിൽക്കാൻ പാടില്ല എന്നൊരു ലോ റഷ്യ ഇറക്കിയിരുന്നു. അപ്പൊ ഇതൊക്കെ ഇലീഗൽ ആയിട്ട് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ കുട്ടികളെ. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോ ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് ബാക്കിയുള്ള പറയാം. അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികൾ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തും, സ്ട്രൈക്സ് നടത്തും, അങ്ങനെ പലതരത്തിൽ. അതിനൊക്കെ എന്തുണ്ടായിരുന്നു എന്ന് പറയുന്നത്? നിയന്ത്രണങ്ങൾ അവിടെ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നത്. സിവിയർ റെസ്ട്രിക്ഷൻസ് വെയർ പ്ലേസ്ഡ് അല്ലെ. Severe restrictions were placed on political parties. Restrictions were placed on political activity. പിന്നെ ടെസാർ dismissed the first Duma within the 75 days. ഒരു കോൺസ്റ്റന്റ് അസംബ്ലി, ഒരു കോൺസ്റ്റന്റ് മീറ്റിംഗ് നമ്മൾ കൂടുമല്ലോ, അത് എത്ര ദിവസം കൂടുമ്പോഴാണ് അവര് ഇതാക്കിയത്? 75 days ആണ്. പിന്നെ സെക്കൻഡ് ഡൂമ എപ്പോഴാണ് ഫോം ചെയ്തത്? 3 months ആ ടൈമിലാണ് ഫോം ചെയ്തത്. ഓക്കെ. He did not want any questioning. അദ്ദേഹം ഈ ഒരു രാഷ്ട്രീയ പാർട്ടികൾ അവിടെ ഉണ്ടാവരുത് എന്ന് പറയാൻ കാരണം എന്താണെന്ന് അറിയോ? ടെസാറിസ്റ്റ് ആ ഒരു റൂളറിന് അവര് ഭരിക്കുന്നതിന് ആരെങ്കിലും ചോദ്യം ചെയ്യാനോ അവർ അനുവദിച്ചിരുന്നില്ല. അതുകൊണ്ടാണ്. He did not want any questioning any questioning of his authority or any reduction in his power. ആരും അവരെ ചോദ്യം ചെയ്യാൻ ഉണ്ടായിരിക്കരുത്. അതുകൊണ്ടാണ് അവിടെ രാഷ്ട്രീയ പാർട്ടികളെ ആര് വിലക്കിയത്? ടെസാറിസ്റ്റുകൾ വിലക്കിയത്. And he changed voting laws and packed third Duma with conservative politicians എന്നാണ് പറയുന്നത്. പിന്നെ എല്ലാ വോട്ടിംഗ് ലോസും ആര് മാറ്റി?
ഈ ടെസാറിസ്റ്റുകൾ മാറ്റി, ടെസാറിസ്റ്റ് റൂളേഴ്സ് മാറ്റി. ആൻഡ് തേർഡ് ഡൂമ ഫോം ചെയ്ത് കൺസർവേറ്റീവ് പൊളിറ്റീഷ്യൻസിനെ കൊണ്ടുവച്ചാണ്. അവിടെയുള്ള കൺസർവേറ്റീവ് പാർട്ടീസ്, അവിടെയുള്ള പൊളിറ്റീഷ്യൻസിനെയാണ് തേർഡ് ഡൂമയിൽ അവരെന്ത് ചെയ്ത് പങ്കെടുപ്പിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. ആൻഡ് ലിബറൽസ് ആൻഡ് റെവല്യൂഷണറീസിനെ അവർ പുറത്താക്കിയിട്ട് ഈ കൺസർവേറ്റീവ് ആ പാർട്ടിയിലുള്ള രാഷ്ട്രീയക്കാരെയാണ് അവർ തേർഡ് ഡൂമ ഫോം ചെയ്യുമ്പോൾ വിളിച്ചത് എന്നാണ് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാ പറയുന്നത്? പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിന് അവിടെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. ടെസാറിസ്റ്റ് ഫസ്റ്റ് ഡൂമ എപ്പോഴാണ്? ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂന്റ് മീറ്റിംഗ് 75 days, 75 ദിവസം കൂടുമ്പാണ് ആ ഒരു ടൈമില്. സെക്കൻഡ് ഡൂമ വിച്ച് ഈസ് 3 months, 3 months ആ ഒരു ടൈമില്. ആൻഡ് ഹി ഡിഡ് നോട്ട് വാണ്ട് ടെസാറിസ്റ്റുകൾ ഭരിക്കുന്നതിനെതിരെ ആരും ക്വസ്റ്റ്യൻ ചെയ്യരുത് എന്നുള്ള ഒരു ഇത് അവർക്ക് ഉണ്ടായിരുന്നു. ഹി ഡിഡ് നോട്ട് വാണ്ട് എനി ക്വസ്റ്റ്യനിങ് ഹിസ് അതോറിറ്റി ഓർ എനി റിഡക്ഷൻ ഇൻ ഹിസ് പവർ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഹി ചേഞ്ച് ദ വോട്ടിംഗ് ലോസ്. എല്ലാ വിധത്തിലുള്ള വോട്ടവകാശങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള നിയമങ്ങൾ അദ്ദേഹം മാറ്റി. ആൻഡ് തേർഡ് ഡൂമ ഫോം ചെയ്തപ്പോ അല്ലെ ആരെ വെച്ചിട്ടാണ് അവർ ഫോം ചെയ്തത്? ആ ഒരു ഇത് കൺസർവേറ്റീവ് പൊളിറ്റീഷ്യൻസിനെ വെച്ചിട്ടാണ് അല്ലെ. ആരെയാണ് അവർ കൂട്ടാഞ്ഞത്? ലിബറൽസ് ആൻഡ് റെവല്യൂഷണറീസിനെ അവർ പങ്കെടുപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്? പാർട്ടീസ് ഫോം ചെയ്തെന്ന് നമ്മൾ പറഞ്ഞു. സോഷ്യലിസം ഇൻ റഷ്യ അല്ലെ, socialism in സോഷ്യലിസം ഇൻ റഷ്യ ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെ കാര്യങ്ങൾ, പിന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? ടിൽ 1940 ഈ വർഷം വരെ പൊളിറ്റിക്കൽ പാർട്ടീസ് വെയർ അല്ലെ ഇലീഗൽ ഇൻ റഷ്യ. പൊളിറ്റിക്കൽ പാർട്ടീസ് വെയർ ഇലീഗൽ ഇൻ റഷ്യ. റഷ്യയില് ഇതൊന്നും പ്രവർത്തിച്ചൂടാ എന്നതാണ് ആ ഒരു ടൈമിൽ പറഞ്ഞത് അല്ലെ. പിന്നെ നമ്മൾ പറഞ്ഞു, പിന്നെ വേറെ പാർട്ടീസ് ഇലീഗൽ ആയിട്ട് അവിടെ ഫോം ചെയ്ത് ഈ പെസൻസിന് വേണ്ടിയിട്ടൊക്കെ, പെസൻസിന്റെ റൈറ്റ്സ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ വർക്കിംഗ് കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ വേജസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അവിടെ എന്തൊക്കെ പാർട്ടീസ് വന്നു? സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി അല്ലെ, വർക്കേഴ്സ് പാർട്ടി. പിന്നെന്താണ് കുട്ടികളെ വന്നത്? അടുത്ത പാർട്ടി ഇറ്റ് ഈസ് സോഷ്യൽ അല്ലെ, റെവല്യൂഷണറി, സോഷ്യലിസ്റ്റ് റെവല്യൂഷണറി പാർട്ടി അല്ലെ. പിന്നെ വേറെ എന്താണ് നമ്മൾ പറഞ്ഞു? ഫാദർ ഗേപ്പന്റെ നേതൃത്വത്തിൽ കുറെ ആളുകൾ അവിടെ എന്താണ് ഈ ഒരു ഈ വർക്കേഴ്സിന്റെ റൈറ്റ്സ് സംരക്ഷിക്കാനും അവർ വർക്ക് ചെയ്യുന്ന എൻവിറോൺമെന്റ് ഇംപ്രൂവ് ചെയ്യാനും വേണ്ടി ഫാദർ ഗേപ്പൻ കുറെ ആളുകളെ അണിനിരത്തിയില്ലേ ആ ഒരു അല്ലെ. ഫാദർ ഗേപ്പൻ അല്ലെ, ഫാദർ ഗേപ്പൻ ആൻഡ് ഹിസ് ഫോളോവേഴ്സ് ആ ഒരു ടൈമില് കുറെ ഇൻഡസ്ട്രിയൽ ആക്ഷൻസ്, കുറെ പോലീസ് അതിനെ നിയന്ത്രിച്ചു എന്ന് പറഞ്ഞു. കൊസാക്സും അതെങ്ങനെ 100 വർക്കേഴ്സിന്റെ ജീവൻ അവിടെ നഷ്ടമാവുകയും 300 വർക്കേഴ്സിന് പരിക്കേൽക്കുകയും ചെയ്തു. അതിനെ നമ്മൾ ബ്ലഡി സൺഡേ അല്ലെങ്കിൽ 1905 റെവല്യൂഷൻ എന്ന് പറഞ്ഞു അല്ലെ. പിന്നെ നമ്മൾ ഈ ഒരു ഇതിനെ ബ്ലഡി സൺഡേ എന്നും പറഞ്ഞു അല്ലെ, ബ്ലഡി സൺഡേ എന്നും പറഞ്ഞു. ഈ 1905 റെവല്യൂഷൻ കൊണ്ട് തന്നെ അവിടെ എന്തായി? ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞല്ലോ അല്ലെ. കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ, കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഫസ്റ്റ് ഡൂമ നടത്തിയ ഫസ്റ്റ് ഡൂമ മീറ്റിംഗ് 75 days
സെക്കൻഡ് ഡൂം എത്രയാ നമ്മൾ പറഞ്ഞത് മക്കളെ? ഇറ്റ് ഈസ് 3 months അല്ലെ. അപ്പൊ തേർഡ് ഡൂം നടത്തിയപ്പോ പിന്നെയും അവർ മീറ്റിംഗ് നടത്തിയപ്പോ ആരെയാണ് അവരെ പങ്കെടുപ്പിച്ചത് മക്കളെ? തേർഡ് ഡൂമേല് കൺസർവേറ്റീവ് പൊളിറ്റീഷ്യൻസിനെയാണ് അല്ലെ. തേർഡ് ഡൂമേല് കൺസർവേറ്റീവ് പൊളിറ്റീഷ്യൻസ്. ഓക്കെ, അപ്പോ ഇത്തരം കാര്യങ്ങളായി അല്ലെ. ഈ ഒരു സോഷ്യലിസം ഇൻ റഷ്യ എന്നൊരു കോൺസെപ്റ്റിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളുമാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. 1914 വരെ പൊളിറ്റിക്കൽ പാർട്ടീസ് അവിടെ ഫോം ചെയ്തില്ലായിരുന്നു. പിന്നെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്ത് അവര് പിന്നെ ചേഞ്ച്ഡ് വോട്ടിംഗ് ലോസ് അവർ ചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞു അല്ലെ. വോട്ടിംഗ്. പിന്നെ നമ്മൾ പറഞ്ഞത് ഏതാണെന്നറിയോ? വ്ളാഡിമിർ ലെനിൻ പറഞ്ഞല്ലോ, പെസൻസ് വെയർ നോട്ട് എ യുണൈറ്റഡ് ഗ്രൂപ്പ്. ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു അല്ലെ. എന്താണ് വ്ളാഡിമിർ ലെനിന്റെ എന്താണ്? പെസൻസ് വെയർ നോട്ട് എ യുണൈറ്റഡ്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ പറഞ്ഞത്. സോഷ്യലിസം ഇൻ റഷ്യ ആയിരുന്നു അല്ലെ കുട്ടികളെ. എന്തൊക്കെ കോൺസെപ്റ്റ് ആണ് കുട്ടികളെ നമ്മൾ പറഞ്ഞത്? 1945 അല്ലെ, 1914 വരെ പൊളിറ്റിക്കൽ പാർട്ടീസ് റഷ്യയിൽ ഇലീഗൽ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ സെക്കൻഡ് പോയിന്റ് കുറെ പാർട്ടീസ് ആ ടൈമിൽ വന്നു. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി അല്ലെ, ആൻഡ് സോഷ്യൽ റെവല്യൂഷണറി പാർട്ടി. പിന്നെ ഫാദർ ഗേപ്പൺ ആൻഡ് ഹിറ്റ്സ് ഫോളോവേഴ്സ് അല്ലെ, പെസൻസ് എല്ലാം കൂടെ കൂടിയിട്ട് 1905 റെവല്യൂഷൻ ഉണ്ട്. ബ്ലഡി സൺഡേ എന്നാണ് അവരുടെ ആ ഒരു ടൈമിലുള്ള ഇത് പറയുന്നത് അല്ലെ. പിന്നെന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്തു. ഫസ്റ്റ് ഡൂമ എത്ര ദിവസങ്ങൾ നീണ്ടു നിന്നു? 75 days പറഞ്ഞു. സെക്കൻഡ് ഡൂമ 3 months നീണ്ടു നിന്നു. ആൻഡ് തേർഡ് ഡൂമയിൽ കൺസർവേറ്റീവ് പൊളിറ്റീഷ്യൻസിനെ ആണ് അവർ പങ്കെടുപ്പിച്ചത് അല്ലെ. നോട്ട് ലിബറൽസ് ആൻഡ് റാഡിക്കൽസ്, അവരെ എല്ലാം പങ്കെടുപ്പിച്ചു, അവരെ ഇതാക്കിയില്ല എന്നാണ് പറയുന്നത്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന് അവരെന്ത് ചെയ്തു? അവരെ വോട്ടിംഗ് ലോസ് ഒക്കെ ചേഞ്ച് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഒരു സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് വ്ളാഡിമിർ ലെനിന്റെ വേറൊരു കോൺസെപ്റ്റ് ആണ്. എന്തായിരുന്നു ആ കോൺസെപ്റ്റ് മക്കളെ? പെസൻസ് വെയർ നോട്ട് എ യുണൈറ്റഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു അല്ലെ. പെസൻസ് എന്ന് പറയുന്നത് ഒരു യുണൈറ്റഡ് ഗ്രൂപ്പ് അല്ല എന്ന് പറഞ്ഞു. പെസൻസിൽ പുവർ ആയിട്ടുള്ള ആളുകളുണ്ട്, റിച്ച് ആയിട്ടുള്ള ആളുകളുണ്ട് അല്ലെ. അപ്പൊ പലതരത്തിലുള്ള ഇതായിരിക്കും, അവിടെ ഒരു ഡിഫറൻസിയേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഡിഫറൻസിയേഷൻ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇതൊരു യുണൈറ്റഡ് ഗ്രൂപ്പ് അല്ല എന്ന് പറയാൻ കാരണം. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.